കഠിനമായ ജീവിതാനുഭവങ്ങളാണ് ഒരു ഫത്തനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത്. ദൈവത്തിൻ്റെ മൂശയിൽ ഫത്തന്മാരെ വാർത്തെടുക്കുമ്പോൾ അതിന് കണ്ണുനീരിൻ്റെ നനവുണ്ട്. ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ പിറവികൊണ്ട ഒരു മനോഹര ഗാനമാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് തുടങ്ങുന്ന ഗാനം. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ കൊല്ലക്കടവ് എന്ന ഗ്രാമത്തിൽ മുളവീട്ടിൽ എം ശാമുലിൻ്റെയും അന്നമ്മ ശാമുലിൻ്റെയും മകനായി MS ഡേവിഡ് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 19-ാമത്തെ വയസ്സിൽ അരുമനാഥൻ്റെ സ്വർഗീയ വിളി കേട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങി. ചങ്ങനാശ്ശേരിക്കടുത്ത് കുരിശുമൂട് എന്ന സ്ഥലത്ത് കത്തോലിക്ക സഭാംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ വേല പ്രയാസമേറിയതായിരുന്നു. ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായ ഒരു കാലഘട്ടം. ആഹാരം കിട്ടാനില്ലാത്ത അവസ്ഥ. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 3 ദിവസവും പ്രാർത്ഥിച്ച് പട്ടിണി കിടന്നു. വിശ്വാസികളൊന്നും സഹായിക്കാനില്ലാത്ത സാഹചര്യം. വിശ്വാസത്തോടെ സ്വർഗീയ പിതാവിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചിന്തകൾ പല നിലയിലായി. മനസ്സ് പതറി. ദൈവാത്മാവിൻ്റെ ആലോചന ഇങ്ങനെ മനസ്സിൽ കടന്നു വന്നു. എൻ്റെ ദേശം ഇവിടെയല്ല, സ്വർഗീയമായൊരു ദേശം ദൈവം എനിക്കായിട്ട് ഒരുക്കുന്നുണ്ട്. കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. ക്ഷാമം, ദുഃഖം, ഇരുട്ട് അവിടെയില്ല. സ്വർഗം കണ്ണുനീരിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ 3-ാം ദിവസം കത്തോലിക്ക സഭക്കാരനായ ഒരാളുടെ മനസ്സിനെ ഉണർത്തി. അദ്ദേഹം തൻ്റെ സഹായിയുമായി ഭക്ഷണവും കുറേ ദിവസത്തേക്കുള്ള ആഹാര സാധനങ്ങളുമായി ദൈവദാസൻ്റെ ഭവനത്തിലെത്തി. ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നിറകണ്ണുകളോടെ ഇങ്ങനെ എഴുതി തുടങ്ങി. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടു വലിച്ച് നീ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. പിന്നീട് ഈ പാട്ട് ഇങ്ങനെ എഴുതി പൂർത്തീകരിച്ചു. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. IPC സഭയുടെ പാസ്റ്ററായി, ഒരു വിശ്വസ്ത വേലക്കാരനായി മാടപ്പള്ളി, കണിച്ചുകുളം, കുറിച്ചിമല, കാവാലച്ചിറ, കോത്തല, 14-ാം മൈൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്തു. ഏകദേശം 33 വർഷക്കാലം കർത്താവിൻ്റെ ഒരു ധീര പോരാളിയായി അധ്വാനിച്ച ദൈവദാസൻ 56-ാം വയസ്സിൽ മഹത്വകിരീടം ചൂടി പ്രതിഫലം വാങ്ങുന്നതിനായി അക്കരയ്ക്ക് യാത്രയായി. നാമൊക്കെ ഇവിടെ പരദേശികളാണ്. അക്കരയാണ് ശാശ്വത വീട്. ജീവിതം പടകിൽ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് 4-ാം യാമത്തിൽ അടുക്കിലെത്തുന്ന നാഥൻ അരികിലുണ്ട്. ഭയപ്പെടാതെ, തളരാതെ, വിശ്വാസത്തോടെ ജീവിതയാത്ര തുടരാം. അന്ത്യത്തോളം കൈപിടിച്ച് നടത്തുവാൻ നാഥൻ അരികിലുണ്ട്.